MSN ഫുട്ബോൾ ടോക്സിലേക്ക് അവർക്കും സ്വാഗതം. ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പ് ഗ്രൂപ്പ് എച്ചിൽ ഇന്ന് നടന്ന മത്സരമായിരുന്നു റിയൽ മാഡ്രിഡ് വേഴ്സസ് മെക്സിക്കൻ ക്ലബ്ബ് ആയിട്ടുള്ള പാച്ചൂക്ക. ഇന്ന് റിയൽ മാഡ്രിഡ് പാച്ചൂക്കയെ 3-1 എന്ന സ്കോറിന് പരാജയപ്പെടുത്തിയിരിക്കുകയാണ്. ഇന്നത്തെ മത്സരത്തിൽ റിയൽ മാഡ്രിഡ് 10 പേരായി ചുരുങ്ങിയിട്ടും ഇന്ന് മികച്ച രീതിയിൽ തന്നെയായിരുന്നു റിയൽ മാഡ്രിഡ് കളിച്ചിട്ടുള്ളത്. ഇന്ന് റഹൂൽ അസൻസിക്കയായിരുന്നു ഇന്ന് 8-ാം മിനിറ്റിൽ തന്നെ റെഡ് കാർഡ് കിട്ടി പുറത്തു പോകേണ്ടി വന്നിട്ടുള്ളത്. എന്നിട്ടും ഇന്ന് റയൽ നല്ല രീതിയിൽ തന്നെ കളിച്ചിട്ടുണ്ട്. ഇന്ന് റയലിന് വേണ്ടി ഗോളുകൾ കണ്ടെത്തിയിട്ടുള്ളത് ജൂഡ് ബെല്ലിഹാം 35-ാമത്തെ മിനിറ്റിലോ, അതുപോലെ തന്നെ അർഡ ഗുല്ലർ 43-ാമത്തെ മിനിറ്റിലോ, അതുപോലെ തന്നെ വാൽവെർഡെ 70-ാമത്തെ മിനിറ്റിലായിരുന്നു ഇന്ന് റയലിന് വേണ്ടി ഗോളുകൾ കണ്ടെത്തിയിട്ടുള്ളത്. ഇന്ന് മികച്ച രീതിയിൽ തന്നെയായിരുന്നു റയൽ മാഡ്രിഡ് കളിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ പാച്ചൂക്ക FC വേണ്ടി ഗോൾ കണ്ടെത്തിയിട്ടുള്ളത് മോണ്ടെലിയാണ്, അതും 80-ാമത്തെ മിനിറ്റിൽ. ആ ഗോള് ഒരു ഡിഫ്ലക്ഷൻ ഗോളാണ്. അതുപോലെ തന്നെ ഈ മത്സരത്തോടു കൂടി ഇപ്പോൾ ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പ് ഗ്രൂപ്പ് എച്ചിൽ ഇപ്പോൾ റയൽ മാഡ്രിഡ് 1-ാം സ്ഥാനത്തേക്ക് എത്തിയിട്ടുണ്ട്. 2 കളികളിൽ നിന്ന് 4 പോയിന്റോട് കൂടി അവർ ഇപ്പോൾ 1-ാം സ്ഥാനം കരസ്ഥമാക്കിയിട്ടുണ്ട്. നമുക്കറിയാം, ആദ്യ കളി അൽ ഹിലാലിനോടായിരുന്നു. അന്നത്തെ മത്സരം 1-1 എന്ന സമനിലയോട് കൂടിയായിരുന്നു പിരിഞ്ഞിരുന്നത്. ഇപ്പോൾ റയൽ തന്നെ ഇപ്പോൾ വീണ്ടും ഗ്രൂപ്പ് എച്ചിൽ 1-ാം സ്ഥാനം കരസ്ഥമാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇന്നത്തെ മത്സരത്തിൽ നമ്മൾ എടുത്തു പറയേണ്ട ഒരു പേരാണ് റയലിന്റെ ഗോൾ കീപ്പറായിട്ടുള്ള തിബറ്റ് കോർട്ടുവ. ഇന്ന് താരം മികച്ച രീതിയിൽ തന്നെയായിരുന്നു കളിച്ചിരുന്നത്. ഇന്ന് റയലിന് വേണ്ടി 90 മിനിറ്റും കളിച്ചു. അതുപോലെ തന്നെ ഇന്ന് 10 സേവുകളാണ് താരം ഇന്ന് നടത്തിയിട്ടുള്ളത്. ഒരു മികച്ച രീതിയിൽ തന്നെയാണ് ഇന്ന് താരം നടത്തിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഇന്നത്തെ കളിയിലെ പ്ലെയർ ഓഫ് ദ മാച്ച് ലഭിച്ചിട്ടുള്ളത് ജൂഡ് ബെല്ലിഹാമിനാണ്. ഇന്ന് താരം ഒരു ഗോൾ ഇന്ന് റയലിന് വേണ്ടി നേടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് ജൂഡ് ബെല്ലിഹാമിന് ഇന്ന് പ്ലെയർ ഓഫ് ദ മാച്ചും ലഭിച്ചിട്ടുള്ളത്. ഒരു ഗംഭീര തിരിച്ചുവരവ് തന്നെയാണ് ഇപ്പോൾ റയൽ മാഡ്രിഡ് ക്ലബ്ബ് നടത്തിയിട്ടുള്ളത്. അതും സാബി അലോൻസോയുടെ ആദ്യ വിജയമാണ് ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പ് നടന്നിട്ടുള്ളത്. ഒരു മികച്ച രീതിയിൽ തന്നെ ഇപ്പോൾ റയൽ മാഡ്രിഡ് ക്ലബ്ബ് തിരിച്ചു വരുന്നുണ്ട്. ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.